പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിലെ അക്കൗണ്ട്സുകൾ, നിങ്ങളുടെ പ്രൈവസി മറ്റൊരാൾ ചോർത്താൻ ശ്രമിക്കുന്നുണ്ടോ? അത് വാട്സപ്പ് വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ വഴി ആയിക്കോട്ടെ. അങ്ങനെ പല സാഹചര്യത്തിലും നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും, ചിലപ്പോൾ മറ്റാരെങ്കിലും ഏതെങ്കിലും ലിങ്ക് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുവഴിയായിട്ട് നമുക്ക് ഫോണിൻ്റെ ആക്സസ്, അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറ പെർമിഷൻസ്, നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോൺ ഹാക്ക് ചെയ്യുമോ, ട്രാക്ക് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മുടെ ഫോൺ കോൾ ഏതെങ്കിലും രീതിയിൽ ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഫോൺ സെക്യൂരിറ്റി ആവശ്യമുള്ള ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിലെ അക്കൗണ്ട്സുകൾ, നിങ്ങളുടെ പ്രൈവസി മറ്റൊരാൾ ചോർത്താൻ ശ്രമിക്കുന്നുണ്ടോ? അത് വാട്സപ്പ് വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ വഴി ആയിക്കോട്ടെ. അങ്ങനെ പല സാഹചര്യത്തിലും നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും, ചിലപ്പോൾ മറ്റാരെങ്കിലും ഏതെങ്കിലും ലിങ്ക് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുവഴിയായിട്ട് നമുക്ക് ഫോണിൻ്റെ ആക്സസ്, അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറ പെർമിഷൻസ്, നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോൺ ഹാക്ക് ചെയ്യുമോ, ട്രാക്ക് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മുടെ ഫോൺ കോൾ ഏതെങ്കിലും രീതിയിൽ ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഫോൺ സെക്യൂരിറ്റി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഫോൺ സെക്യൂരിറ്റി ആവശ്യമുള്ള ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിലെ ഞാൻ ഫോൺ സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ സെർച്ചിങ്ങിൽ ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഇതുപോലൊരു ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബ്ലൂ ലെറ്ററിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ 4ാമത്തെ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് വരും. അത് നിങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഫൈൻഡ് മൈ ഡ്രൈവ്, ലിങ്ക് ടു വിൻഡോസ്, ഇങ്ങനെ 2 ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് 2 നോട്ട് ആക്ടിവേറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ നിലവിൽ ഒരു ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ആക്റ്റീവ് ചെയ്തിട്ടില്ല, നിലവിൽ ഒരു ആപ്ലിക്കേഷനും ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രശ്നം നമുക്കിതിൽ നിന്നും പരിഹരിക്കാം. ഇനി നിങ്ങൾക്ക് നോക്കേണ്ടത് ഗൂഗിൾ ഡ്രൈവിലോട്ട് നിങ്ങളുടെ വാട്സപ്പിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണിലോട്ട് നിങ്ങളുടെ വാട്സപ്പ് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് തന്നെ അവർക്ക് അവരുടെ വാട്സപ്പിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന മെസ്സേജുകൾ, ചാറ്റ് ഹിസ്റ്ററികൾ, നമ്മളൊരു വാട്സപ്പിൽ സ്വന്തമായി എന്ത് ചെയ്യുന്നു അതെല്ലാം അവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഡ്രൈവ് എന്ന് കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ ഡ്രൈവ് കണക്റ്റ് എന്ന് കാണിക്കും. അങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് അപ്പോൾ തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിരന്തരമായിട്ട് നമ്മളിന്ന് ചെക്ക് ചെയ്യുക. ആരെങ്കിലും നമ്മളുടെ വാട്സപ്പ്, ഇപ്പോൾ വാട്സപ്പാണ് ഏറ്റവും അധികം ഹാക്ക് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, നമ്മളുടെ പ്രൈവസി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക. പറയുന്നത് നിങ്ങളുടെ ഫോൺ കോൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് വരുന്ന കോളുകൾ മറ്റൊരാൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നിങ്ങളുടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം *## അതുപോലെ തന്നെ 002# എന്ന് നിങ്ങൾ ഡയൽ ചെയ്യുക.
ഇത് നിങ്ങൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഫോർവേഡ് ക്യാൻസൽ സക്സസ് എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഡയൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്പ് ഡീറ്റെയിൽസ്, ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു നമ്പറും കൂടെ ഞാൻ പറഞ്ഞുതരാം. *4636#* എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് നിങ്ങളൊന്ന് ഡയൽ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഫോണിലത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടത്തില്ല. പിന്നെ നിങ്ങളുടെ EMI കോഡുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് *06# എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് കാണിക്കുന്നില്ല, അത് ഓൾറെഡി നിങ്ങളുടെ EMI കോഡുകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സെക്യൂരിറ്റി ടിപ്സിലൂടെ മനസ്സിലാക്കി. നമ്മുടെ ഫോൺ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ, ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു 3 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ. സീ യു.